എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും കപ്പലിലാണ്. ഇന്നത്തെ ജോലി കഴിഞ്ഞു, എൻ്റെ സമയം കഴിഞ്ഞു, ഇനി അത് നാളെ ചെയ്യാം എന്ന് മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. ഇത്രയും ചരക്കുമായിട്ട് കടലിലേക്ക് പോയാൽ അതിന് സീ വർത്തിയാണോ, അതിന് നിലനിൽക്കാൻ പറ്റുമോ? കേരളത്തിന് അപരിചിതമായിട്ടുള്ളൊരു പാരിസ്ഥിതിക ഭീഷണിക്ക് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. തുടർച്ചയായിട്ടുള്ള 2 കപ്പലപകടങ്ങൾ, അതുണ്ടാക്കിയിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തീരദേശത്തെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ജീവിതത്തിനെ അത് ഗുരുതരമായിട്ട് ബാധിക്കുന്നു. മത്സ്യങ്ങളുടെ പ്രജനനത്തെ ബാധിക്കുന്നു. തീരപ്രദേശത്തിലെ മാലിന്യം അത് വേറൊരു ഭീഷണിയാണ്. ഇനി ഭാവിയിൽ എങ്ങനെ ഇത് മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു കണക്ക് കൂട്ടൽ നമുക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഹരിക്കുന്നത്? ചരക്ക് ഗതാഗതം, ആ കപ്പലിലെ വിഷയങ്ങൾ, അല്ലെങ്കിൽ കപ്പലിലെ സാങ്കേതികമായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് വാർത്തകളും വ്യാജ വാർത്തകളും കിംവദന്തികളുമൊക്കെ പ്രചരിക്കുന്ന ഒരു കാലമാണ്. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ അത് നമുക്ക് നമ്മളോടൊപ്പം പങ്കിടാനായിട്ട് ക്യാപ്റ്റൻ ബാബു ജേക്കബ് നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോഴത്തെ ഈ കപ്പലപകടത്തെ തുടർന്ന് ആളുകളുടെ ഇടയിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. അതിലൊരു സംശയം ഈ കമ്പനി ഈ കപ്പൽ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളതാണ്. അതിൻ്റെ പുറത്ത് മുകളിലേക്ക് എടുക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ചെലവുണ്ട്. അതുകൊണ്ട് ഈ കപ്പൽ ഉപേക്ഷിച്ച് പോകും എന്നുള്ളൊരു അഭ്യൂഹം വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു കാര്യം? ഈ കപ്പലിൻ്റെ ഇപ്പോഴുള്ള അവശിഷ്ടം, ഈ റെക്ക് ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അഭിപ്രായമുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെക്ക് റിമൂവലിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക കൺവെൻഷൻ തന്നെ ലോകത്ത് ഉണ്ട്. അതിന് 2007 നൈറോബി കൺവെൻഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ 2007 നൈറോബി കൺവെൻഷന് ശേഷം റെക്ക് റിമൂവലിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ്, എല്ലാ കപ്പലുകൾക്കും ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ചിലവ് വന്നാലും ഇത് നീക്കം ചെയ്യാനുള്ള സാമ്പത്തികമായ ഒരു അടിത്തറയുണ്ട്. കൂടാതെ ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള കമ്പനികളും ഒരുപാടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ റെക്ക് അവിടെ ഉപേക്ഷിച്ച് പോകും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതല്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞല്ലോ, ഇപ്പം നമുക്ക് സാധാരണ മനുഷ്യർക്കുള്ള ഇൻഷുറൻസിനെ കുറിച്ച് നമുക്കറിയാം. ഓരോരോ രോഗങ്ങൾക്ക് ഇത്ര പ്രീമിയം, അങ്ങനെയൊക്കെയുള്ള ഈ കപ്പലുകളുടെ ഇൻഷുറൻസ് എങ്ങനെയാണ്? ഈ ഇൻഷുറൻസ് കമ്പനികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതിൻ്റെ പ്രീമിയം മറ്റു കാര്യങ്ങളൊന്നും ആളുകൾക്ക് അറിയില്ല. എന്താണ് അതിൻ്റെ കപ്പലുകളുടെ ഇൻഷുറൻസിന് സാധാരണഗതിയിൽ P&I ക്ലബ്ബുകൾ എന്നാണ് വിളിക്കുന്നത്. P&I സ്റ്റാൻഡ്സ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബ്സ് ആണ്. ഇതൊരു പൂളിംഗ് സിസ്റ്റമാണ്. എല്ലാ കമ്പനികളും ചേർന്നിട്ട് ഒരു ക്ലബ്ബ് പോലെ, നമ്മുടെ നാട്ടിൽ ക്ലബ്ബുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ രീതിയിലാണ് ഈ കപ്പലിൻ്റെ ഇൻഷുറൻസ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഇതിലേക്ക് എല്ലാവരും നമ്മൾ പ്രീമിയം അടക്കുന്നത് പോലെ തന്നെ എല്ലാ വർഷവും, അത് സാധാരണഗതിയിൽ ഫെബ്രുവരിയിലാണ് എല്ലാ വർഷവും എല്ലാ കപ്പലുകളും, ലോകത്തുള്ള എല്ലാ കപ്പലുകളും പ്രീമിയം അടക്കുന്നത്. ഏതാണ്ട് 20-ാം തീയതി, ഫെബ്രുവരി 20-ാം തീയതി മുതൽ അടുത്ത ഫെബ്രുവരി 20-ാം തീയതി വരെയാണ് സാധാരണഗതിയിൽ ഒരു വർഷത്തേക്ക് ഇതിൻ്റെ വാലിഡിറ്റി. അപകടം വരുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രീമിയം ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്? ഒരു വർഷത്തേക്കാണോ അത്? ഒരു വർഷത്തേക്കാണ് നമ്മളെല്ലാ വർഷവും കൊടുക്കുന്നതിന് പറയുന്ന പ്രീമിയം എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. ഇതിനെ കോൾ എന്നും ടെക്നിക്കലി സാങ്കേതികമായിട്ട് വിളിക്കാറുണ്ട്. കോൾ പ്രീമിയത്തിന് ഈ P&I ക്ലബിന് കൊടുക്കുന്നതിന് കോൾ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീമിയം കൊടുക്കാറുണ്ട്. അതൊരു പൂളിംഗ് ആണ്. പൂളിംഗ് കൂടാതെ ഇതിന് ഒരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് P&I ക്ലബ്ബ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പ് സപ്പോർട്ടും ഇതിന് വരുന്നു. അതായത് ഒരു കോമ്പൻസേഷൻ കൊടുക്കുന്നത് ആ ക്ലബിൻ്റെ പരിധിക്ക് ഒതുങ്ങുന്നതല്ല എങ്കിൽ, സാധാരണഗതിയിൽ ഒരു ക്ലബിന് സാധാരണ ചെയ്യുന്നത് $10 മില്യൺ ഒരു സംഭവത്തിന്, ഒരു അപകടത്തിന് കൊടുക്കുന്നത്. $10 മില്യൺ ആ ക്ലബ്ബ് കൊടുക്കാൻ സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതല്ല, ഇതിൻ്റെ നഷ്ടപരിഹാരം ഈ $10 മില്യൺ ഒതുങ്ങുന്നതല്ല എങ്കിൽ ഇവർക്കൊരു ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് P&I ഉണ്ട്, P&I ക്ലബ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അത് 100 മുതൽ ഏതാണ്ട് $100 മില്യൺ വരെ ഈ ക്ലബ്ബുകളുടെ സംഘടന തരും. ഇതുകൂടാതെ റീഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി ഈ കപ്പലുകളുടെ ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഒരു കറ്റസ്ട്രോഫിക്കൽ ഇവൻറ്റ്, ഒരു ഭയാനകമായ ഒരു അപകടം ഉണ്ടായാൽ, അതല്ല ഇത്രയും ചിലവ് വരുന്നത് ഭയാനകമാകുകയും ഈ P&I ക്ലബിനും ഈ ഗ്രൂപ്പ് P&I ക്ലബിനും അത് താങ്ങാൻ കഴിവില്ലാണ്ട് വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റീഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്.
ഇൻഷുറൻസ് കമ്പനികളെ ഇൻഷുർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കമ്പനികൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കും ഇൻഷുറൻസ് ഉണ്ട്. അവരിത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഇൻഷുർ ചെയ്യുന്നത് പോലെ അവരെ തന്നെ ഇൻഷുർ ചെയ്യാറുണ്ട്. അത് ഏതാണ്ട് $2.1 ബില്യൺ വരെയാണ്. അതൊരു വലിയ എമൗണ്ടാണ്. അത്രയുമാണ് ഇൻഷുറൻസ് കമ്പനികളും റീ ഇൻഷുറൻസും കൂടി ചെയ്യാവുന്ന പരമാവധി. അഥവാ ഈ $2.1 ബില്യൺ നിന്നില്ല എങ്കിൽ ഈ അംഗങ്ങളിൽ നിന്നും അവർ കൂടുതൽ തുക പിരിച്ചെടുക്കും. ഇതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തിരിച്ചെടുക്കും. അപ്പോൾ ഇതിന് ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനൊരു പരിധി എന്ന് പറയുന്നത് ഇല്ല. എത്ര എമൗണ്ട് ആണെങ്കിലും സാമ്പത്തികമായിട്ടൊരു പ്രശ്നം ഈ ഒരു അപകടത്തിലും ഏതൊരു അപകടത്തിലും ഈ ഒരു ഇൻഡസ്ട്രി നേരിടാൻ പോകുന്നതിന് ഉള്ള സാമ്പത്തിക ബാധ്യത കൊണ്ട് വിട്ടുപോകുന്നു എന്നുള്ള രീതിയിലാണ് അഭ്യൂഹങ്ങളുള്ളത്. അങ്ങനെ ശരിയല്ല. അത് ശരിയല്ല. കപ്പൽ പൊക്കിയെടുക്കുന്നതിന് മാത്രമല്ല, ഈ നഷ്ടപരിഹാരം കൊടുക്കുന്നതിലായാലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള കോമ്പൻസേഷൻ ആയാലും തീരത്തുള്ള രാജ്യങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് തത്തുല്യമായിട്ടുള്ള തുക കൊടുക്കാൻ സാധിക്കും. അതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഇതല്ല, ഇപ്പോൾ ഈ വർഷം നമ്മൾ കപ്പൽ ഇൻഷുറൻസ് കമ്പനികൾ ഒരു ക്ലെയിമും ഉണ്ടായില്ല. നമുക്ക് കാറുകൾക്ക് കിട്ടുന്ന പോലെ നോ ക്ലെയിം ബോണസ് എന്ന് പറയുന്നൊരു പരിപാടി. ഇവിടെ പിരിച്ചെടുത്ത തുക ഒന്നിനും ചിലവായില്ല. ഈ ഇൻഷുറൻസ് കമ്പനി, അതായത് P&I ക്ലബ്ബ്, ഇത് അവരുടെ അംഗങ്ങൾക്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ക്ലബ്ബുകൾ എന്ന് വിളിക്കുന്നത്, P&I ക്ലബ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഇൻഷുറൻസ് കമ്പനി എന്ന് പറയുന്നത് പോലെ ഇതിനെ വിളിക്കാത്തത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വേറൊരു സംശയം ആളുകളുള്ളത്, അതായത് ആദ്യം മുങ്ങിയ കപ്പൽ, ആ കപ്പലിൻ്റെ ഭാരസന്തുലനം, അതായത് ചെരിഞ്ഞ് മറിഞ്ഞു എന്നുള്ളതാണല്ലോ. ഭാരസന്തുലനം തെറ്റി. അതിൻ്റെ അകത്ത് ഒരു വാൽവിൻ്റെ തകരാറ് മൂലമാണ് ഈ ജലം താഴെ കപ്പലിൻ്റെ അകത്തൊരു കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരത്തിന് ഒരു തടസ്സമുണ്ടായി, വാൽവിന് തകരാറുണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പം ഈ കപ്പലിൽ അകത്ത് വെള്ളം സൂക്ഷിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയില്ലായിരുന്നു. ഇപ്പം എന്നെ സംബന്ധിച്ചോളം അറിയില്ല. അപ്പോൾ അത് അങ്ങനെ എന്താണ് ഈ കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിക്കാനുള്ള കാരണം? കപ്പലിൻ്റെ ഉള്ളിൽ വെള്ളം സൂക്ഷിക്കുന്നത് ഞങ്ങളതിനെ ബാലസ്റ്റ് എന്നാണ് വിളിക്കുന്നത്, ബാലസ്റ്റ് വാട്ടർ. ഈ ബാലസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരുപാട് നിയമങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. ഈ ബാലസ്റ്റ് വാട്ടർ കപ്പലിൻ്റെ സന്തുലനാവസ്ഥ, ഇക്വലിബ്രിയം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബാലസ്റ്റ് വാട്ടർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഭാരം എപ്പോഴും കപ്പലിൻ്റെ താഴെ ഭാഗത്ത് കേന്ദ്രീകരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കടലിലേക്ക് പോകുമ്പോൾ ഒരു റോളിംഗ് എന്ന് ഞങ്ങൾ വിളിക്കുന്ന ചരിയുകയോ മറ്റോ ചെയ്താൽ തിരിച്ചു വരാനുള്ള ഒരു പ്രവണത ഉണ്ടാവുള്ളൂ. ഈ ഭാരമെല്ലാം കപ്പലിൻ്റെ മുകളിലാണെങ്കിൽ കപ്പലിന് ഞങ്ങളതിനെ ക്യാപ്സൈസിങ് ലിവർ എന്നാണ് വിളിക്കുന്നത്. ദർ വിൽ ബി എ ക്യാപ്സൈസിങ് ലിവർ ഫോംഡ്. ദെൻ അതൊരു കപ്പലിനെ നിവർത്തുന്നതിന് പകരം കപ്പലിനെ മറിക്കാനാണ് ആ ഒരു ബലം, ആ ഒരു ഫോഴ്സ് അനുഭവപ്പെടുക. അപ്പോൾ അതുകൊണ്ട് IMOൻ്റെ ഇൻ്റർനാഷണൽ മെരിടൈം ഓർഗനൈസേഷൻ, അവരാണ് ഞങ്ങളുടെ കപ്പലിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രിയിലുള്ള എല്ലാ നിയമങ്ങളും എല്ലാം ഉണ്ടാക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും അത് എൻഫോഴ്സ് ചെയ്യുന്നതും ഈ IMO എന്ന് പറയുന്ന സംഘടനയും അതിൻ്റെ കൺവെൻഷനുകളുമാണ്. പല അറകളിലായിട്ടാണ് സൂക്ഷിക്കുന്നത്. IMOയുടെ ഒരു കപ്പൽ പുറപ്പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു കപ്പൽ സീവർത്തി കടലിലേക്ക് പോയാൽ വേറെ കുഴപ്പങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് IMOൻ്റെ ചില മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. IMO സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയും. അപ്പോൾ IMO സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ എല്ലാം പാലിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ കപ്പലിന് ഓക്കെയാണ്, ഞങ്ങൾക്ക് കടലിലേക്ക് പോയാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഏതൊരു കപ്പലും കടലിലേക്ക് ഒരു തുറമുഖത്തു നിന്നും പുറപ്പെടാറുള്ളൂ. നമ്മൾക്ക് എത്ര ഭാരം നമ്മൾ കയറ്റുന്നു, കൺസ്യൂമബിൾസ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് കപ്പൽ ഓടാനാവശ്യമായ ഇന്ധനം, ക്രൂവിന് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം, പിന്നെ ഈ ബലാസ്റ്റ് വാട്ടർ സാധാരണയായിട്ട് എടുക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ എടുക്കുന്നത് കപ്പൽ കാലിയാണ്, വേറെ ഭാരമൊന്നുമില്ല എന്ന് വരുമ്പോഴാണ് ബലാസ്റ്റ് വാട്ടർ എടുക്കുന്നത്. അതല്ല, കപ്പലിന് ഇപ്പോൾ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഒരാഴ്ചത്തെ വോയേജ് ഉണ്ട്. ഈ ഒരാഴ്ചത്തെ വോയേജിൽ നമ്മൾ കൺസ്യൂം ചെയ്യും. ഈ ഇന്ധനങ്ങളെല്ലാം നിറച്ചിരിക്കുന്നത് കപ്പലിൻ്റെ താഴത്തെ അറകളിലാണ്. അപ്പോൾ ഇത് കൺസ്യൂം ചെയ്യുമ്പോൾ ഈ ഒരു ഭാരം അടിഭാഗത്തു നിന്നും അത് നമ്മൾ ഉപയോഗിച്ച് തീരുകയാണ്. അപ്പോൾ കാലക്രമേണ ഇതിൻ്റെ മുകളിലേക്ക് ഭാരം വരാനുള്ള സാധ്യതയും, കപ്പൽ നേരത്തെ പറഞ്ഞ പോലെ കപ്പൽ മറിയാനുള്ള സാധ്യത ഇല്ലാതിരിക്കാനായിട്ട് മാർജിൻ ഓഫ് സേഫ്റ്റി കൂടെ ഉറപ്പുവരുത്തിയിട്ടാണ് ഞങ്ങൾ എല്ലാ കപ്പലുകളും കടലിലേക്ക് പോകുന്നത്, അതിൻ്റെ വോയേജ് ആരംഭിക്കുന്നത്. ആദ്യത്തെ അപകടത്തിലുണ്ടായ കപ്പൽ, ഈ കപ്പലിൽ
കപ്പലിൻ്റെ പഴക്കം ഒരു പ്രശ്നമാണെന്ന് ഒരു ഒരാരോപണമുണ്ട്, അല്ലെങ്കിൽ ആരോപണമാണെന്ന് പറയാം, അതല്ലെങ്കിൽ അഭ്യൂഹമാണെന്ന് പറയാം. അതിനെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ട്, പഴക്കം വന്നിട്ടുണ്ട്, പഴക്കമാണ്, കണ്ടം ചെയ്യാറായി, അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഈ പഴക്കവുമായി ബന്ധപ്പെട്ട് ഇപ്പം നമ്മൾ റോഡിൽ നോക്കുന്ന സമയത്ത് കുറച്ച് കാലം കഴിഞ്ഞിട്ടുള്ള വണ്ടികൾ കണ്ടം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് റോഡ് ഗതാഗതത്തിന് പറ്റുന്നതല്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനമൊക്കെ എടുക്കുന്നുണ്ടല്ലോ. അതുപോലെയുള്ള എന്തെങ്കിലും സംഗതികൾ, നിയമങ്ങളോ ചട്ടങ്ങളോ ഒക്കെ ഈ ചരക്ക് ഗതാഗതത്തിന് കടലിലുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഒരു കപ്പലിൻ്റെ ജനനം മുതൽ അതിനെ ഷിപ്പ് യാർഡിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്ലാഗ് സ്റ്റേറ്റ് ഇൻസ്പെക്ഷൻസ് ഏത് രാജ്യത്താണോ ഈ കപ്പൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ ഇതിന് വളരെ വിശദമായ ഒരു ഇൻസ്പെക്ഷൻസ് നടത്തും. ഇത് കൂടാതെ കപ്പൽ ഒരു സർവീസിന് ഇറക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് എല്ലാ കപ്പലുകൾക്കും ഒന്നോ അതിലധികമോ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റീസ് ഉണ്ടാകും. ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി, ഈ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി കപ്പലിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യം മുതൽ ആ കപ്പലിൻ്റെ അവസാനം വരെ, ജീവിതാവസാനം വരെ ഈ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി, അത് ഒരു ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളായാലും അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളായാലും ലൈഫ് സേവിങ് കാര്യങ്ങളായാലും ഇത് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലും മോണിറ്ററിങ്ങിലും ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട്. കൂടാതെ പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻ്റെ ഒരു പ്രധാന ഉദ്ദേശം തന്നെ ടു എലിമിനേറ്റ് സബ്സ്റ്റാൻഡേർഡ് ഷിപ്പിംഗ് എന്നാണ്. യോഗ്യതയില്ലാത്ത കപ്പലുകളെ കടലിൽ നിന്നും ഒഴിവാക്കുക. പ്രായം കൂടുന്തോറും, കപ്പലിൻ്റെ പ്രായം കൂടുന്തോറും ഈ വക ഇൻസ്പെക്ഷനുകളുടെ കാഠിന്യവും കൂടും. അപ്പോൾ പ്രായം, ഇപ്പോൾ പുതിയ കപ്പലുകൾ സഞ്ചാരയോഗ്യമല്ലെങ്കിൽ, സീവർത്തി അല്ലെങ്കിൽ അതും ഇതിലേക്ക് സർവീസിന് യോഗ്യമല്ലാതാവും. അപ്പോൾ ഇത് പ്രായം കൂടിയാലും പ്രായം കുറഞ്ഞാലും, പ്രായം ഈ കാര്യത്തിൽ ഒരു ഘടകമേ അല്ല. കപ്പലിൻ്റെ ഫിറ്റ്നസ്, അത് കടലിലേക്ക് പോയാൽ, ഇത്രയും ചരക്കുമായിട്ട് കടലിലേക്ക് പോയാൽ അതിന് സീവർത്തിയാണോ, അതിന് നിലനിൽക്കാൻ പറ്റുമോ, ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ചരക്കുകൾ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അല്ലാണ്ട് പ്രായം ഒരു ഘടകമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രായം കൂടുന്നതനുസരിച്ച് ഈ പരീക്ഷകളുടെ ഇൻസ്പെക്ഷൻസിൻ്റെ കാഠിന്യവും കൂടും. താങ്കളാണെങ്കിൽ ഇപ്പോൾ ഈ MMDയുടെ ഭാഗമായിട്ട് ഇത്തരം ഇന്ത്യയിലെ കപ്പലുകളുടെ, അതുപോലെ തന്നെ വിദേശത്ത് വരുന്ന, ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളിലൊക്കെ ഇത്തരം പരീക്ഷകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. ഏകദേശം 5 വർഷമാണോ, ഇത്ര വർഷം, ഏതാണ്ട് 5 വർഷത്തോളം 5 വർഷത്തോളം താങ്കൾ ആ ഒരു ജോലി, അതായത് എങ്ങനെയാണോ റോഡിൽ വാഹനങ്ങൾക്ക് RTO ഇത്തരം പരിശോധനകൾ നടത്തുന്നത്, ഏതാണ്ട് അതുപോലെ കടലിൽ നിങ്ങൾ ഇത്തരം പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പരിശോധിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കപ്പലിൻ്റെ അകത്ത് നടത്തുന്ന പരിശോധനകളെ കുറിച്ച് നമുക്ക് ധാരണയില്ല. മറ്റു വാഹനങ്ങൾ, ഇപ്പം കാറോ അല്ലെങ്കിൽ ബൈക്കോ ഒക്കെ ആണെങ്കിൽ എന്തെല്ലാമാണ് നോക്കുന്നത് നമുക്ക് മനസ്സിലാവും. കപ്പലിൽ എന്താണ് നോക്കുന്നത്? ഞാനൊരു റേഡിയോ ഇൻസ്പെക്ടറായിട്ടാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത്. 2010 UPSC ആണ്. ഞങ്ങളുടെ നിയമനങ്ങളൊക്കെ UPSC വഴിയാണ്. ഒരു ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്കോപ്പ് ഓഫ് ഇൻസ്പെക്ഷൻസ് എന്ന് പറഞ്ഞാൽ റേഡിയോ റിലേറ്റഡ് ആണ്. ഞങ്ങളുടെ ഈ കമ്മ്യൂണിക്കേഷൻ, ഒരു വാർത്താവിനിമയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇൻസ്പെക്ഷനാണ് എൻ്റെ ഒരു സ്കോപ്പിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മാസ്റ്റർ മറൈനറും കൂടിയാണ്, അതായത് ഒരു ക്യാപ്റ്റൻ ആകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ എൻ്റെ സ്കോപ്പ് ഓഫ് ഇൻസ്പെക്ഷൻ്റെ ഒരു ഹൊറൈസൺ, സ്കോപ്പ് ഓഫ് കുറച്ചുകൂടി വിശാലമായിട്ട് വന്നു. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻറ്റ്സ്, ഉപകരണങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കും, ഇത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് റേഡിയോയിൽ ഇൻസ്പെക്ട് ചെയ്യുന്നത്, ഞങ്ങൾ പരിശോധിക്കുന്നത്. ബാക്കിയുള്ള ഇൻസ്പെക്ഷൻസ് ഞാൻ നടത്തിയത് ബാക്കിയുള്ള ഉപകരണങ്ങൾ, നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ് മതിയായ രീതിയിൽ, ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, കപ്പലിൻ്റെ വാട്ടർ ടൈറ്റ് ഇൻറ്റഗ്രിറ്റി, അതായത് കപ്പലിൻ്റെ കടലിലേക്ക് പോയാൽ വെള്ളം കയറിയാൽ, വെള്ളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, ചുറ്റും വെള്ളം, അപ്പോൾ വെള്ളത്തിലേക്ക് പോയാൽ കപ്പലിൻ്റെ ഇതിന് വാട്ടർ ടൈറ്റ് ഇൻറ്റഗ്രിറ്റി, എത്രത്തോളം കപ്പലിന് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, വെള്ളം കയറാതെ എത്രത്തോളം കപ്പലിൻ്റെ ബോഡി ഹള്ളിൽ സ്ട്രോങ് ആണെന്നുള്ള ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ടും അത് പരിശോധിക്കുന്നത്.
അല്ല, ഈ ഇതിൻ്റെ അകത്ത് ഇപ്പം ഓരോ ഉപകരണങ്ങൾ, ഇപ്പം കപ്പലിൻ്റെ അകത്ത് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ, അതുപോലെ പല പല കാര്യങ്ങൾ, ഇപ്പോൾ ലൈഫ് ജാക്കറ്റ്, അങ്ങനെ ഇതിനൊക്കെ കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ടോ? ഇത് ഇന്ന രീതിയിലുള്ള കമ്പനികൾ വേണമെന്നോ, അതിൻ്റെ സ്റ്റാൻഡേർഡ് നിലനിർത്തുന്ന കമ്പനികൾ വേണം, അതല്ലെങ്കിൽ ഉള്ള നടപടികൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കുറച്ചുകൂടി അതിശയോക്തിപരമായിട്ട് പറഞ്ഞാൽ ഒരു മൊട്ടുസൂചി വരെ നമ്മൾ ഈ മറൈൻ പ്ലൈവുഡ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്ലൈവുഡിനെ നമ്മൾ മറൈൻ പ്ലൈവുഡ് എന്ന് വിളിക്കുന്നത്? ക്വാളിറ്റി കൂടിയ പ്ലൈവുഡിനെ നമ്മൾ മറൈൻ പ്ലൈവുഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് കപ്പലിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഒരു നിശ്ചിത ഗുണനിലവാരം വേണം എന്നുള്ളത് നിർബന്ധമാണ്. കരയിലേക്കാളും കൂടുതലായിരിക്കും. കരയിലേക്കാളും കൂടുതലാണ്. കാരണം നമുക്കൊരു കാര്യം, ഇവിടെ ഒരു സാധനം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് കടയിൽ പോയിട്ട് അത് ഉടനെ വാങ്ങിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യമില്ല കടലിലോട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാത്തിനും ഒരു മിനിമം ഗുണനിലവാരം ഞങ്ങൾ ഇതിനു മുമ്പ് തന്നെ ഉറപ്പുവരുത്തും. ഓരോ സാധനങ്ങളും അതിൻ്റെ ഗുണനിലവാരം സർട്ടിഫൈ ചെയ്തിട്ടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത്. സർട്ടിഫൈ ചെയ്തിട്ടാണ് കപ്പലിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൈലറ്റ് ലാഡർ, പൈലറ്റിന് കയറാനുള്ള ഇത് ഒരു ഗോവണി ലാഡർ കപ്പലിലേക്ക് തരുമ്പോൾ അതിൻ്റെ കൂടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും. ഒരു കയറ്, നമ്മൾ കെട്ടാൻ ഉപയോഗിക്കുന്ന കയറ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാ സാധനങ്ങൾക്കും, കപ്പലിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും ഒരു ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയുടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ ഒരു സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. ഇതില്ലാതെ ഒരു കാര്യങ്ങളും ഞങ്ങൾ കപ്പലിൽ ഉപയോഗിക്കാറില്ല. ഒരു ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് വാങ്ങിക്കുന്നതെങ്കിലും എല്ലാ വർഷവും ഈ കപ്പൽ എവിടെയാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യം ഡെലിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏജൻസി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ഇത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വർഷവും മോണിറ്റർ ചെയ്യും. എല്ലാ 2.5 വർഷവും കുറച്ചുകൂടി റിഗറസ് ആയിട്ടുള്ള ഇൻസ്പെക്ഷൻസ് നടത്തും. 5 വർഷമാകുമ്പോൾ റിന്യൂവൽ സർവേ എന്ന് പറഞ്ഞിട്ട് നടത്തും. ഇതുകൂടാതെ ഫ്ലാഗ് സ്റ്റേറ്റുകൾ നടത്തുന്ന ഇൻസ്പെക്ഷൻസ് കൂടാതെ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി കണ്ടിന്യൂസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയും പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻ സിസ്റ്റം എല്ലാ പോർട്ടുകളിലും ഇതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യും. അതായത് വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു കപ്പലിൻ്റെ പരിശോധനകൾ വിഴിഞ്ഞത്ത് നടക്കും. എല്ലാ പോർട്ടുകളിലും ഏത് പോർട്ടാണെങ്കിലും അവിടെ ഉള്ള ഇൻസ്പെക്ഷൻ നടത്തും. അവർ സർട്ടിഫൈ ചെയ്താൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലും മാരകമായ ഒരു കുറ്റം, ഒരു ഡെഫിഷ്യൻസി അവർ കണ്ടെത്തിയാൽ കപ്പലിന് സെയിൽ ചെയ്യാനുള്ള പെർമിഷൻ റദ്ദ് ചെയ്യുകയും ചെയ്യും. ഇത്രയും ഇൻസ്പെക്ഷൻസ് ഉണ്ടായിട്ടും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഡാറ്റകളുടെ പിൻബലം ആവശ്യമാണ്. അതല്ലാതെ എങ്ങനെ ഇത് സംഭവിച്ചു, എവിടെ ഉണ്ടാവും ഡാറ്റകൾ? നമുക്ക് ഇപ്പോൾ ഫ്ലൈറ്റിൽ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുന്ന VDR എന്ന് പറയുന്ന ഒരു സിസ്റ്റം, വോയിസ് ഡാറ്റ റെക്കോർഡർ എന്ന് പറയുന്ന സിസ്റ്റം എല്ലാ കപ്പലുകൾക്കും നിർബന്ധമാണ്. അപ്പോൾ ബ്രിഡ്ജിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മളുടെ റഡാറിലെ പിക്ചേഴ്സ് വരെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് വിശകലനം ചെയ്താൽ, ഫ്ലൈറ്റിലെ പോലെ തന്നെ അതേപോലെ തന്നെ വിശകലനം ചെയ്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവും. ഞാൻ പറഞ്ഞു, ഈ IMOൻ്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്താൽ മാത്രമേ ഏതൊരു കപ്പലിലും കടലിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഈ ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി അംഗീകരിച്ച ഒരു ലോഡിക്കേറ്റർ മിക്കവാറും എല്ലാ കപ്പലുകളിലും നിർബന്ധമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയാസ് പരിശോധിച്ചതിന് ശേഷം മാത്രമേ കപ്പലുകൾ കടലിലേക്ക് പോകാറുള്ളൂ. അതുപോലെ ആളുകളുടെ വേറൊരു സംശയം, ഇപ്പോൾ 2 അപകടങ്ങൾ ഇവിടെ നടന്നു, കേരളത്തിൻ്റെ തീരത്താണ്. ഇതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ഒരുപാട് കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ടാവും. അത് അപ്പം മറ്റ് കപ്പലുകളുടെ യാത്രയ്ക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവും. അവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ, മുന്നറിയിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ടാവും ആഗോളതലത്തിൽ? ഇപ്പോൾ നമുക്കവിടെ ഈ സംഭവ സ്ഥലത്ത് പൊസിഷൻ ഓഫ് ഇൻസിഡൻറ്റിൽ ഒരുപാട് കപ്പലുകളുണ്ട്. സാൽവേജ് ടീം അവിടെയുണ്ട്. അവർ ഇതിൻ്റെ സമീപത്തോട് കൂടെ വരുന്ന എല്ലാ കപ്പലുകൾക്കും റേഡിയോ വഴി മുന്നറിയിപ്പ് കൊടുക്കും. ഇത് കൂടാതെ ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇത് കൂടാതെ ആ കപ്പലിൻ്റെ അവശിഷ്ടം അവിടെ ഉള്ളിടത്തോളം കാലം ഈ ചാർട്ടുകൾ, കപ്പലിൻ്റെ മാപ്പുകൾ എന്ന് പറയും, ഞങ്ങൾ നാവിഗേഷൻ ഉപയോഗിക്കുന്ന മാപ്പുകൾ, ഈ മാപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലോകത്ത് മുഴുവൻ നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ മാപ്പുകളാണ്. ഇപ്പോൾ നമുക്ക് വഴിയിലൂടെ പോയാൽ ഒരു സൈൻ ബോർഡുകളോ ഒന്നും
ഇല്ല, ഏത് സ്ഥലത്ത് എത്തിയെന്ന് അറിയാനായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ല. അപ്പോൾ ഈ മാപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ പൊസിഷൻ അതിനകത്ത് എവിടെയാണെന്ന് നോക്കിയിട്ടാണ് ഞങ്ങൾ കപ്പൽ ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ മാപ്പുകൾ മെയിൻലി ഈ മാപ്പിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടത്തുന്നത് ലോകത്ത് തന്നെ UKHO എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്. അത് UK പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ UK യുണൈറ്റഡ് കിങ്ഡം ഹൈഡ്രോഗ്രാഫിക് ഓഫീസിൽ നിന്നാണ് ആധികാരികമായ ചാർട്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇന്ന പൊസിഷനിൽ ഇങ്ങനെ കപ്പലിൻ്റെ ഒരു അവശിഷ്ടം അവിടെ കിടക്കുന്നുണ്ട്, ഇത് നമ്മൾ അവരെ അറിയിക്കാനുള്ള മാർഗങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇവർ അറിയിച്ചാൽ, അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദപ്പെട്ടവരാരോ, ഇപ്പോൾ കൊച്ചിൻ പോർട്ട് അവർ UKHOനെ അറിയിച്ചിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ അറിയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് അറിയിച്ചു കഴിഞ്ഞാൽ എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഞങ്ങൾക്ക് ഈ ചാർട്ടിൻ്റെ അപ്ഡേഷൻസ് വരുന്നത്. അപ്പോൾ ഈ ചാർട്ട് അപ്ഡേഷനിൽ ഞങ്ങൾക്ക് UKHO എല്ലാ കപ്പലുകൾക്കും, ലോകത്തുള്ള എല്ലാ കപ്പലുകൾക്കും, അല്ലെങ്കിൽ ഇവിടെയുള്ള ചാർട്ടുകൾ ഉപയോഗിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കുകയും ഓട്ടോമാറ്റിക്കായിട്ട് ആ ചാർട്ട്, ഓട്ടോമാറ്റിക്കല്ല ഡിജിറ്റലി അതിനകത്ത് ഈ ഒരു സാധനം ഇങ്ങനെ ഒരു ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്, ഇറ്റ് ഈസ് ഡേഞ്ചറസ് ടു സർഫസ് നാവിഗേഷൻ, ബാക്കിയുള്ള കപ്പലുകൾക്ക് അത് അപകടമാണ് എന്നറിയിക്കുന്ന ഒരു വിവരം ആ സ്ഥലത്ത് ഞങ്ങൾ പ്രൊമൽഗേഷൻ എന്നാണ് പറയുന്നത്, പ്രൊമൽഗേറ്റ് ചെയ്യാറുണ്ട്. അതായത് ഇത് ഡിജിറ്റലായിട്ടുള്ള മാപ്പാണ് അല്ലേ? നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ. കാരണം പണ്ടൊക്കെ നമ്മൾ പേപ്പർ ചാർട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് കാലം പുരോഗമിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ EGDIS എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ എല്ലാ കപ്പലുകൾക്കും നിർബന്ധമാണത്. ഏതാണ്ട് എല്ലാ കപ്പലുകൾക്കും നിർബന്ധമാണ്, ചെറിയ കപ്പലുകൾ ഒഴിവാക്കി. അതാണ് ഞാൻ ഏതാണ്ടെന്ന് പറഞ്ഞത്. EGDIS എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്, ഇലക്ട്രോണിക് ചാർട്ട് ഡിസ്പ്ലേ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് അതാണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ചാർട്ട്സ് ആണ്. ഈ ചാർട്ടുകൾ വരുന്നത് സ്ക്രീനിലാണ്. ഈ ചാർട്ട്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അല്ല, ഈ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ രണ്ട് അപകടങ്ങൾ നടന്നു. ഈ രണ്ട് അപകടങ്ങൾ നടക്കുമ്പോൾ അതങ്ങനെ രേഖപ്പെടുത്തുന്നു, ആഗോളതലത്തിലുള്ള കപ്പൽ പാതയിൽ രേഖപ്പെടുത്തി കിടക്കുന്നു. ഒരിക്കൽ നമ്മൾ ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാലും അതവിടെ തുടരുമോ? ഇല്ല, ക്ലിയറായി. അത് ക്ലിയറായി. ഇപ്പോൾ നമ്മുടെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റിയത്, സാൽവേജ് ചെയ്തു. മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയറാണ്. നമ്മൾ എങ്ങനെയാണോ ഇതിനകത്ത് ചാർട്ടിൽ ഈ അപകടം മുന്നറിയിപ്പ് ഉൾപ്പെടുത്തിയത്, അതുപോലെ തന്നെ അത് നീക്കം ചെയ്യുകയും ചെയ്യും. അത് ഒരാഴ്ച കാലയളവിലാണ്. ആ ഒരാഴ്ച വരെ അതിനനുബന്ധമായ ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തുകയും അവിടെ കൂടി പോകുന്ന കപ്പലുകൾക്ക് അപകടമില്ലാത്ത രീതിയിൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യും. ഈ MSC എൽസ കടലിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. എത്ര കാലത്തിനുള്ളിൽ, എത്ര സമയത്തിനുള്ളിൽ ഇത് നീക്കം ചെയ്യപ്പെടും എന്നുള്ളൊരു ആകാംക്ഷ ആളുകൾക്കുണ്ട്. എത്ര സമയത്തിനുള്ളിൽ ഈ കപ്പലിൻ്റെ അവശിഷ്ടം, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകളൊക്കെ നീക്കം ചെയ്യപ്പെടും? ഈ കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നത് വളരെ വിദഗ്ധരായ ആളുകളാണ്. എത്ര വൈദഗ്ധ്യമുണ്ടെങ്കിലും കടലിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എത്ര ആഴത്തിലാണ് ഈ ഇപ്പോൾ കിടക്കുന്നത്, അവിടുത്തെ നീരൊഴുക്ക് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ കടലിൽ മൺസൂണാണ്, സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്ക് ഓൾറെഡി തുടങ്ങി, നമുക്ക് അനുഭവിക്കുകയാണ് നമ്മൾ മൺസൂണിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ മൺസൂണിൻ്റെതായ പ്രശ്നങ്ങൾ, ബാക്കി ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് എത്ര നാൾ കൊണ്ട് ഇത് എടുത്തു മാറ്റാൻ സാധിക്കും എന്നുള്ളത് അവിടെ വിശദമായ പഠനത്തിന് ശേഷമേ പറയാൻ സാധിക്കുള്ളൂ. ഈ റിമൂവലിന് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം, സാമ്പത്തികം ഒരു വിലങ്ങുതടിയാവില്ല. അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ കണക്ക് പറഞ്ഞ പോലെ P&I ക്ലബ്ബുകളുടെ കണക്ക് പറഞ്ഞ പോലെ സാമ്പത്തികം ഇതിന് ഒരിക്കലും ഒരു തടസ്സമാവില്ല ഇത് മാറ്റാനായിട്ട്. ബാക്കിയുള്ള ഫാക്ടേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസാണ് ഇതിന് കാലതാമസം ഉണ്ടായാൽ അതിന് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. കൂടാതെ ഈ 2007 റിമൂവൽ കൺവെൻഷൻ, നൈറോബി കൺവെൻഷൻ ഞങ്ങൾ വയ്ക്കുന്ന ഈ കൺവെൻഷൻ വന്നതിന് ശേഷം അത് എൻഫോഴ്സ്ഡ് ഇൻ 2013 ആണ്. 2013 ഇത് നിലവിൽ വന്നത്. കൺവെൻഷൻ 2007 നിലവിൽ വന്നത് 2013. അതിനുശേഷം ഒരുപാട് ഇതുപോലെ പണ്ട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് എണ്ണം നീക്കം ചെയ്യുകയും കപ്പൽ ഗതാഗതം മുമ്പത്തേനേക്കാളും ഒരുപാട് സുരക്ഷിതമായി തീരുകയും ചെയ്തിട്ടുണ്ട്. നൈറോബി കൺവെൻഷൻ്റെ ഒരു ഗുണമായിട്ട് തന്നെ ഞാൻ അതിനെ കാണുകയും ഈ കൺവെൻഷന് വേണ്ടി മുൻകൈ എടുത്തതിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യും. നമുക്കത് അനുഭവം
അനുഭവപ്പെടും നമ്മൾ കടലിൽ യാത്ര ചെയ്യുമ്പോൾ. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കൺജസ്റ്റഡ് വാട്ടേഴ്സ്, നമ്മൾ ഇടുങ്ങിയ കപ്പൽ ചാലുകളിലൂടെ പോകുമ്പോൾ, സ്ഥലം ഇല്ലാത്ത സ്ഥലത്തൂടി പോകുമ്പോൾ പണ്ട് നമുക്കിതൊരു ഹിൻഡ്രൻസ് തന്നെയായിരുന്നു. ഈ നീക്കം ചെയ്യപ്പെടാതെ കിടക്കുന്ന റെക്കുകൾ നമുക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു എല്ലാ നാവിഗേറ്റേഴ്സിൻ്റെയും. അത് ഈ കൺവെൻഷൻ നിലവിൽ വന്നതോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അനുഭവമുള്ളത്. താങ്കൾ ക്യാപ്റ്റനായിട്ട് ഇപ്പം എത്ര വർഷം, 8 വർഷത്തോളം ആയിട്ട് ക്യാപ്റ്റനാണ്. ഇപ്പം 35ഓളം കപ്പലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ കപ്പലിലാണ് താങ്കൾ ഇനി ഈ അവധി കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പം ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ എന്താണ് ക്യാപ്റ്റൻ്റെ ഉത്തരവാദിത്വം? എന്തെല്ലാം തരത്തിലുള്ള ജോലികളാണ് ക്യാപ്റ്റൻ ചെയ്യുന്നത്? മർച്ചൻ്റ് നേവിയിൽ ചില കമ്പനികളിൽ ഒഴികെ ഞങ്ങൾ കോൺട്രാക്റ്റ് എംപ്ലോയീസാണ്. ഓരോ കപ്പലിൽ പോകുന്നതിന് മുമ്പും ഞങ്ങൾ ആ കമ്പനിയുമായിട്ട്, ഏത് കമ്പനിയിലാണോ പോകുന്നത് അതിൻ്റെ ഓണർമാരുമായിട്ടും അല്ലെങ്കിൽ കപ്പലിൻ്റെ ഉടമസ്ഥരുമായിട്ടോ അതിൻ്റെ മാനേജർമാരുമായിട്ടോ ഒരു കരാറിൽ ഏർപ്പെടും. ഈ കരാറിൻ്റെ കാലാവധി റാങ്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു ക്രൂ ആണ് സാധാരണ ജോലി ചെയ്യുന്ന ഒരു സീമാൻ ആണെങ്കിൽ സാധാരണഗതിയിൽ അവരുടെ ഒരു കോൺട്രാക്റ്റ് പീരീഡ് എന്ന് പറയുന്നത്, കോൺട്രാക്റ്റിൻ്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് 9 മാസമാണ്. അത് ജൂനിയർ ഓഫീസർ ലെവലിലേക്ക് വന്നാൽ അത് 6 മാസം ആവുകയും സീനിയർ ഓഫീസർ, അതായത് ക്യാപ്റ്റൻ, ചീഫ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ, ഇവരുടെ കോൺട്രാക്റ്റിൻ്റെ ദൈർഘ്യം 4 മാസവുമാണ്. ഒരു ക്യാപ്റ്റനെ സംബന്ധിച്ചിടത്തോളം കപ്പലിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം. എല്ലാ കപ്പലിൻ്റെ ഒരു പൂർണ്ണ ഉത്തരവാദിത്തം ക്യാപ്റ്റനാണ്. ഇപ്പോൾ നമുക്കറിയാം കപ്പൽ മുങ്ങിപ്പോയി, എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ക്യാപ്റ്റനാണ് 2ാം പ്രതി. അപ്പോൾ ഒരു കപ്പലിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ക്യാപ്റ്റൻ തന്നെയാണ്. അതിപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രൂവിനുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും, ക്രൂവിന് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും, ഇത് നമ്മൾക്ക് യാത്ര ചെയ്യാനുള്ള ഇന്ധനം ഉറപ്പുവരുത്തുന്നതിൽ ആവശ്യമായ ഇന്ധനം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും, ഇത് നാവിഗേറ്റ് ചെയ്യാനുള്ള ചാർട്ടുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും, അങ്ങനെ ക്യാപ്റ്റൻ്റെ ഒരു ചുമതല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കപ്പലിനെ സുരക്ഷിതമായിട്ട് ഒരു പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്ക്, അടുത്ത പോയിന്റിലേക്ക്, പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിക്കുവാൻ എന്ത് നടപടികളൊക്കെ ആവശ്യമാണോ അതെല്ലാം ക്യാപ്റ്റൻ്റെ ചുമതലയിൽ വരുന്നതാണ്. MSCLCയുടെ കാര്യത്തിൽ ഒരുപാട് ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് അത്രയും ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ കൊണ്ടുപോയത് എന്നുള്ളൊരു സംശയം ആളുകൾക്ക് സ്വാഭാവികമായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു കൃത്യമായൊരു അറിവോ ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കും. എങ്ങനെയാണ് ഈ ചരക്ക് ഗതാഗതം പ്രവർത്തിക്കുന്നത്? കപ്പലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? പല പോർട്ടുകളിൽ കൂടി പോയിട്ട് അതിനൊരു കൃത്യമായ ഒരു, ഇപ്പം നമ്മളൊരു ബസ്സൊക്കെ പോകുന്നത് പോലെ ഇന്ന വഴികളിൽ കൂടി പോയി ഇന്ന സ്ഥലത്തെത്തി തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് പോലെ എങ്ങനെയാണ് ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന ഈ കപ്പലുകൾ പ്രവർത്തിക്കുന്നത്? ഞാൻ ജോലി ചെയ്യുന്നത് ഡ്രൈ കാർഗോ കപ്പലുകളിലാണ്. പണ്ട് ഡ്രൈ കാർഗോ കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഒരു 25 ഒരു 40 വർഷം അല്ലെങ്കിൽ 50 വർഷത്തിന് മുമ്പ് ഇതുപോലെ ബൾക്ക് കാരിയേഴ്സ് അല്ലെങ്കിൽ ഡ്രൈ കാർഗോ കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. ഈ ഡ്രൈ കാർഗോ കപ്പലുകൾക്ക് ചരക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന കാലതാമസം നേരിടാറുണ്ട്. കാരണം ഇത് ക്രെയിനിൽ പൊക്കിയിട്ടാണ് കപ്പലിലേക്ക് ലോഡ് ചെയ്യുന്നത്, ഇറക്കുന്നതും അതേപോലെ തന്നെ ക്രെയിനിലാണ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് കാലതാമസം പറ്റുന്നുണ്ട്. ഇന്നത്തെ ഈ കമേഴ്ഷ്യൽ യുഗത്തിൽ സമയത്തിനാണ് വില, സമയത്തിനാണ് പ്രാധാന്യവും സമയത്തിനാണ് വില. അപ്പോൾ ഇത് സമയം ലാഭിക്കാനായിട്ട് ആണ് ഈ കണ്ടെയ്നർ ട്രേഡ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. കണ്ടെയ്നറുകളുടെ ഒരു ഗുണം, ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് നേരത്തെ തന്നെ കപ്പലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇതിനകത്ത് നിറച്ച് എല്ലാ ക്ലിയറൻസും നേടി റെഡി ടു ലോഡ് എന്ന രീതിയിൽ നമുക്ക് അതോടെ ഇതിൻ്റെ ലഭ്യത ബെർത്തിൽ, എല്ലാ പോർട്ടിൻ്റെയും ബെർത്തിൽ ഉറപ്പാക്കാനായിട്ട് സാധിക്കും. കപ്പൽ വരുന്നു, അതിൻ്റെ എത്ര ടണ്ണാണെങ്കിലും എത്ര ചരക്ക് കയറ്റാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ, വേഗത്തിലും എളുപ്പത്തിലും ഇത് കയറ്റുകയും ഇത് ഇറക്കുകയും ചെയ്യാവുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ കണ്ടെയ്നർ ട്രേഡിന്. നമ്മൾ ലോറി ഒരു സ്ഥലത്ത് നിന്ന് ചരക്ക് കയറ്റി നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയാണോ ആ ചരക്ക് കൊണ്ടുപോകേണ്ടത് അവിടെ ഡെലിവറി ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഡെലിവറി ചെയ്യുകയും, ഒഴിഞ്ഞ ലോറി പിന്നെ ലോഡ് ചെയ്യണമെങ്കിൽ കാലിയായിട്ട് തിരിച്ചു പോകുന്നത് പോലെ തന്നെയാണ് ഈ കണ്ടെയ്നറുകളും പ്രവർത്തിക്കുന്നത്. ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുകയും നിറച്ച കണ്ടെയ്നറുകൾ അവിടെ ഇറക്കി വെക്കുകയും
ഒഴിഞ്ഞ കണ്ടെയ്നറുകൾ ഈ കപ്പൽ പോകുന്ന ആ പോർട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടെങ്കിൽ ഈ കണ്ടെയ്നറുകൾ എടുത്തിട്ട് ആ ഒഴിഞ്ഞ പോർട്ടിലേക്ക് കൊണ്ടുപോവുകയും ഫർദർ ലോഡിങ്ങിന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോവുകയും ചെയ്യും. കണ്ടെയ്നറുകളുടെ ട്രേഡിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ചരക്ക് മാറ്റങ്ങൾ, ചരക്ക് നീക്കം അത് വളരെ ത്വരിതപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്തുള്ളൊരു ആദ്യത്തെ ആശങ്ക എണ്ണ പടരുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രണ്ട് കപ്പലപകടത്തിലും അത്തരം ആശങ്കകളുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കപ്പലിൻ്റെ കാര്യത്തിൽ അവിടെ മുങ്ങൽ വിദഗ്ധർ എത്തിയിട്ട് അതിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കപ്പലിലെ എണ്ണ നീക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നു. എങ്ങനെയാണ് ഇത്തരം എണ്ണ പുറത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ പടന്ന് ഏത് തരത്തിലാണത്, അതിൻ്റെ ഉള്ള ഒരു അവസ്ഥ എന്താണ്? കോസ്റ്റ് ഗാർഡും നേവിയും ആദ്യം തന്നെ ചെയ്തത് അതാണ്. ഇതിനകത്തുള്ള എണ്ണ ഏതാണ്ട് 350ഓളം ടൺ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിലും ഇതിൻ്റെ ഇന്ധനത്തിന് ആവശ്യമായ കപ്പൽ ഓടിക്കുന്നതിന് ആവശ്യമായ ഇന്ധനം വെരി ലോ സൾഫർ VLSFO എന്നാണ് ഞങ്ങൾ അതിനെ വിളിക്കുന്നത്, വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ എന്നാണ്. ഇത് കൂടാതെ ഏതാണ്ട് 100 ചില്ലുവാനം ടണ്ണ് LSMGOയും ഇതിനകത്തുണ്ട്. ഏതാണ്ട് 450-500 താഴെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഇതിൻ്റെ ഈ രണ്ട് തരത്തിലുള്ള ഇന്ധനങ്ങൾ എന്തിനാണ് ഒരു കപ്പലിൽ നിന്നുള്ളൊരു ചോദ്യം, അത് വാർത്തകളൊക്കെ വന്ന സമയത്ത് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നു. അത് നമ്മൾ സാധാരണ ഈ പെട്രോൾ പമ്പിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ സ്കൂട്ടറിന് അൺലെഡഡ് പെട്രോളും ഉണ്ട്. അൺലെഡഡ് പെട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ഇന്ധനമാണ്. അതിന് വിലയും കൂടും. ഇതുപോലെ തന്നെ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ചും പർട്ടിക്കുലർലി സെൻസിറ്റീവ് സീ ഏരിയാസ് എന്ന് വിളിക്കുന്ന PSSA എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ അമേരിക്കൻ തീരങ്ങൾ, യൂറോപ്പ്, ഏഷ്യയിൽ പറയാനാണെങ്കിൽ എനിക്ക് അനുഭവമുള്ളത് ചാഞ്ചിയാങ്കൂർ റിവർ, അതായത് ഷാങ്ഹായ് റിവറിൽ നമ്മൾക്ക് ഈ വെരി ലോ സൾഫർ എണ്ണ ഉപയോഗിക്കാൻ സാധിക്കില്ല. അവരത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിരോധിച്ചതെന്ന് വെച്ചാൽ ഈ വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിലിൽ പുതിയ നിയമം അനുസരിച്ച് 0.5%, അതായത് 0.5 കുറവായിരിക്കണം അതിൻ്റെ അകത്തെ സൾഫർ കണ്ടൻറ്റ്. നമ്മുടെ അൺലെഡഡ് പെട്രോളിൽ പറയുന്ന പോലെ തന്നെ സൾഫർ കണ്ടൻറ്റ്, ഉദാഹരണത്തിന് പറഞ്ഞതാണ് ഞാനത്, സൾഫർ കണ്ടൻറ്റ് അതിൽ കുറവാണ്. പക്ഷേ ഈ പെർട്ടിക്കുലർലി സെൻസിറ്റീവ് സീ ഏരിയാസിൽ ആ രാജ്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ രാജ്യങ്ങൾ നിർബന്ധിക്കുന്നത് 0.5 എന്ന് പറയുന്നത് കൂടുതലാണെന്നും 0.1% ഉള്ള സൾഫറുള്ള ഇന്ധനമാണ്, കുറച്ചുകൂടി പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഇന്ധനമാണ് അവിടെ ഉപയോഗിക്കേണ്ടതെന്നും നിയമമുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിനു വേണ്ടി പരിസ്ഥിതിയുടെ ഒരു പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇതിന് നിയമങ്ങൾ നടപ്പിൽ ഉള്ളത് ഡെവലപ്ഡ് കൺട്രീസാണ് കുറച്ചുകൂടി. വികസിത രാജ്യങ്ങളിലാണ് ഇങ്ങനെയുള്ള നിയമങ്ങളുള്ളത്. അവർ കുറച്ചുകൂടി പരിസ്ഥിതി കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ്. 31 വർഷത്തോളം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഈ കപ്പലിൻ്റെ സകല കാര്യങ്ങളുടെയും ഉത്തരവാദിത്വമാണ്. ഇപ്പം ഒരു അപകടം, കപ്പലിൻ്റെ അപകടം ഉണ്ടായ സമയത്ത് ഇപ്പോൾ ക്യാപ്റ്റൻ രണ്ടാം പ്രതിയാണ്. അതെ, ഇതുപോലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. പലതരത്തിലുള്ള കാലാവസ്ഥകളിൽ കൂടി നീങ്ങുന്നൊരു കപ്പലിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ചുമലിലെത്തുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അതൊരു സംഘർഷഭരിതമായിട്ടുള്ളൊരു ഒരവസ്ഥയല്ലേ? എത്രത്തോളം നമുക്ക് അത് താങ്ങാൻ പറ്റും? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഘർഷഭരിതമാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ ശരിയാണ്, വളരെ സംഘർഷഭരിതമാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് സാമ്പത്തിക ബാധ്യതകളുണ്ടെങ്കിൽ എല്ലാ സംഘർഷങ്ങളും ഞാൻ എടുത്തേ മതിയാവും. അപ്പോൾ ഇന്നത്തെ ഈ കമേഴ്ഷ്യൽ യുഗത്തിൽ ഒരുപാട് പ്രഷർ, ഞാൻ പറഞ്ഞു സമയത്തിനാണ് പ്രാധാന്യം. അപ്പോൾ എല്ലാവരും, ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ലാഭം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതാണ്. അപ്പോൾ ഈ ലാഭത്തിന് വേണ്ടിയിട്ട്, ഈ ലാഭം എന്ന് പറയുന്നത് സമയം സേവ് ചെയ്താലും മാത്രമേ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രഷർ മറ്റുള്ള എല്ലാ കമ്പനികളിലും ഉള്ള പോലെ ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇതുപോലുള്ള ഇൻസ്പെക്ഷൻസ്, കാരണം കരയിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് ഈ ഇൻസ്പെക്ഷൻസും കാര്യങ്ങളും. ഞാൻ പറഞ്ഞു, ഏതൊരു സാധനം ഉപയോഗിക്കുന്നതിൻ്റെയും ഗുണനിലവാരവും എല്ലാം വളരെ പെർട്ടിക്കുലറായിട്ടാണ് ഞങ്ങളത് കരുതുന്നതും കണക്കാക്കുന്നതും അത് ചെയ്യുന്നതും. ഇത്രയും സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള റൂൾസ് ഞങ്ങൾക്ക് അനുസരിക്കേണ്ടി വരികയും കൂടാതെ
ഈ കമേഴ്ഷ്യൽ പ്രഷറും കൂടി വരുമ്പോൾ ഒരുപാട് സമ്മർദ്ദമുള്ള ജോലി തന്നെയാണ് ബാക്കിയുള്ള ജോലികളെക്കാൾ എന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇപ്പം നമ്മൾ കരയിലാണെങ്കിൽ നമ്മുടെ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ റിലാക്സ് ചെയ്യാനുള്ള ഒരുപാട് വഴികളുണ്ട്. നമുക്കൊരു സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയോ പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോയിരിക്കുകയോ, നമ്മളുടെ ഈ സമ്മർദ്ദം നിറഞ്ഞ ഒരു ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാനായിട്ട് വേറെ വഴികളുണ്ട്. മറ്റത് ഇപ്പോൾ കപ്പലിനെ സംബന്ധിച്ചോളം കടലിനെ സംബന്ധിച്ചിടത്തോളം ചുറ്റും കടൽ മാത്രമാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു എത്ര മണിക്കൂറാണ് ഒരു ദിവസം പ്രവൃത്തി സമയം, അല്ലെങ്കിൽ ക്യാപ്റ്റന് പ്രവൃത്തി സമയം ഇല്ലേ? മുഴുവൻ സമയം എൻഗേജ്ഡ് ആയിട്ടുള്ള സാധാരണഗതിയിൽ ഞങ്ങളുടെ പ്രവൃത്തി സമയം മറ്റേത് ജോലി ചെയ്യും പോലെ 8 മണിക്കൂറാണ്. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്താൽ അത് ഓവർ ടൈമായിട്ട് കണക്കാക്കും. ഞങ്ങൾക്കിങ്ങനെ ഒരു സമയം വെച്ചിട്ട് ജോലി ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഓക്കെ, ഇന്നത്തെ ജോലി കഴിഞ്ഞു, എൻ്റെ സമയം കഴിഞ്ഞു, ഇനി അത് നാളെ ചെയ്യാം എന്ന് മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. അത് എത്ര സമയമായാലും 24 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിലും 48 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിലും ഈ ജോലി ചെയ്ത് തീർത്തേ നമുക്ക് വിശ്രമിക്കാനായിട്ട് സാധിക്കുള്ളൂ. പുതിയ നിയമങ്ങൾ വഴി ഇപ്പോൾ ഞങ്ങൾക്കൊരു പുതിയ നിയമമല്ല, 2006 ഒരു കൺവെൻഷൻ, നമ്മൾ നൈറോബി കൺവെൻഷൻ പറഞ്ഞ പോലെ മെരിടൈം ലേബർ കൺവെൻഷൻ, അത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏജൻസിയായ ILO, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ മുൻകൈയെടുത്ത് നടത്തിയ ഒരു കൺവെൻഷനാണ് MLC, മെരിടൈം ലേബർ കൺവെൻഷൻ 2006 അത് കൺവെൻഷൻ നടക്കുന്നത്. അതിൻ്റെ കൺവെൻഷൻ നിലവിൽ വരുന്നത് എനിക്ക് തോന്നുന്നു 5 ഓഗസ്റ്റ് 2013 അതിനുശേഷം ഈ കൺവെൻഷൻ നിലവിൽ വന്നതിന് ശേഷം ജോലി ചെയ്യുന്നവരുടെ ജോലി ഭാരം ലഘൂകരിക്കാനുള്ള ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. അത് ഈ വർക്ക് അവേഴ്സ്, റെസ്റ്റ് അവേഴ്സ് ഒരു മാനദണ്ഡം ഈ കൺവെൻഷനിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കൺവെൻഷൻ എല്ലാ രാജ്യങ്ങളും അത് നിയമമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. റാറ്റിഫൈ ചെയ്ത് 33% വേൾഡ് ടണ്ണേജ് അംഗീകരിച്ചാൽ അത് നിയമമായിട്ട് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇത്. ഡെഡ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ചരക്ക് ഗതാഗതത്തിൻ്റെ 33%, ലോകത്തുള്ള 33% അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിയമമാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വന്നതോടുകൂടി ഞങ്ങളുടെ ജോലി സമയത്തിന് ഒരു ഡെഫിനീഷൻ വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞു, നാളെ അത് ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാനുള്ള ഇതില്ല. മാറ്റിവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കപ്പലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് എല്ലാ ജോലികളും പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ കുക്ക് ചെയ്യുന്ന ജോലിയാണെങ്കിലും ക്യാപ്റ്റനോ ചീഫ് എഞ്ചിനീയറോ ചെയ്യുന്ന ജോലിയാണെങ്കിലും എല്ലാ ജോലികളും ഒരേപോലെ കപ്പലുകളിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ഞങ്ങൾക്കില്ല. MLC കൺവെൻഷൻ വന്നതോടുകൂടി ഞങ്ങൾക്ക് റിക്രിയേഷൻ്റെ ചില കാര്യങ്ങൾ കപ്പലിൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. MLC ഇൻസ്പെക്ഷനും കൂടി എല്ലാ വർഷവും നടക്കാറുണ്ട്. മറ്റുള്ള ഇൻസ്പെക്ഷൻസ് പോലെ അത് ക്ലാസിഫിക്കേഷൻ സൊസൈറ്റി ആണെങ്കിലും ഫ്ലാഗ് സ്റ്റേറ്റ് ആണെങ്കിലും പോർട്ട് സ്റ്റേറ്റ് കൺട്രോൾ ഇൻസ്പെക്ഷൻസ് ആണെങ്കിലും MLC ഇൻസ്പെക്ഷൻ നടത്താറുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ചില റിക്രിയേഷണൽ ഫെസിലിറ്റീസ് കമ്പനി ഞങ്ങൾക്ക് തരണം എന്നുള്ളത് ഇപ്പോൾ നിയമമായിട്ട് മാറിയിട്ടുണ്ട്. അത് ജിമ്മാകാം, ഞങ്ങൾക്കുള്ള പുസ്തകങ്ങളാകാം, ക്യാരം ബോർഡ്, അതുപോലുള്ള കളികൾ സാഹചര്യത്തിന് അനുകൂലമായിട്ടുള്ള അനുസരിച്ചുള്ള അല്ല, ഞങ്ങൾക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് അത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ഇത് തുടങ്ങിയ കാലത്തേക്കാളും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. കൂടാതെ 2001 നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ 9/11 ഇതോടുകൂടി ISPS കോഡ്, ഇൻ്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്നൊരു സിസ്റ്റം നിലവിൽ വരികയും അതിനുശേഷം 2001 മുമ്പ് പോർട്ടുകളിൽ പോയാൽ നമ്മളുടെ ജോലി സമയം കഴിയുമ്പോൾ നമുക്ക് പുറത്തു പോകാനും ആ നാട് കാണാനും എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും ഒക്കെയുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ISPS എന്ന് പറയുന്ന ഒരു സിസ്റ്റം പ്രാവർത്തികമായതോടുകൂടി കപ്പലിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കൺവെൻഷനും കോഡുമാണത്. അത് വന്നതോടുകൂടി ഈ ഷോർ ലിബേർട്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കരയിൽ പോകാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്, വളരെ കുറവാണ്. അത് ഞങ്ങളുടെ മാനസികമായ ആരോഗ്യത്തെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്, കോവിഡിന് ശേഷം പ്രത്യേകിച്ച്. ഈ കോവിഡിൻ്റെ സമയത്ത് എവിടെയായിരുന്നു? കോവിഡിൻ്റെ സമയത്ത് ഭാഗ്യവശാൽ ഞാൻ കരയിൽ തന്നെയായിരുന്നു. ഒരുപാട് ആളുകൾ എൻ്റെ സഹപ്രവർത്തകർ കപ്പലിൽ സ്റ്റക്കായി പോവുകയും ഇറങ്ങാൻ സാധിക്കാതെ, ഇപ്പോൾ ഒരു രാജ്യത്തും
അവരെ ഇറങ്ങാൻ അനുവദിക്കുകയില്ല. ഒരു രാജ്യത്തു നിന്ന് ഞങ്ങൾ സൈൻ ഓഫ് ചെയ്യുന്നു, കരാർ കാലാവധി കഴിഞ്ഞാൽ ഇറങ്ങാൻ സമ്മതിക്കില്ല. ആ രാജ്യത്തു നിന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. ഒരുപാട് നിബന്ധനകൾ, ഇപ്പോൾ ക്വാറൻറ്റൈൻ പോലുള്ള നിബന്ധനകൾ ഒക്കെ അനുസരിച്ച് ഞാനും ക്വാറൻറ്റൈനിൽ 1-2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. കാരണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒന്ന് വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ് ഞാൻ ഒരു കപ്പലിൽ നിന്ന് സൈൻ ഓഫ് ചെയ്തത്. വെസ്റ്റ് ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഏതാണ്ട് 15 ദിവസത്തോളം ഞാൻ ഹോം ക്വാറൻറ്റൈനിലാണ്. എല്ലാ ദിവസവും ഈ ആശാ വർക്കറും എല്ലാവരും ഞങ്ങളെ വിളിച്ച് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ വിളിച്ച് ഞങ്ങളുടെ ആരോഗ്യനില അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഏതെല്ലാം രാജ്യങ്ങളിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കണക്കെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ ന്യൂസിലാൻഡിൽ ഇതുവരെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല. ന്യൂസിലാൻഡ് ഒഴികെയുള്ള മിക്കവാറും കടലുള്ള രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. മിക്കവാറും രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങൾ ഒഴിച്ചാൽ, വളരെ നാമമാത്രമായ രാജ്യങ്ങൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഈ നിയമങ്ങൾ ഇത്ര കർക്കശമാക്കുന്നതിന് മുമ്പാണ് ഞാനിത് ആരംഭിച്ചത് കൊണ്ട് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കാനും അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഇതുപോലുള്ള അപകടങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? അത് അഭിമുഖീകരിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? അപകടങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. എന്നാലും ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കടൽ എപ്പോഴും മിക്കവാറും പ്രക്ഷുബ്ധമായിരിക്കും. ഞങ്ങൾക്ക് കാം സീസ് എന്ന് പറയുമ്പോൾ, ഈ കാം സീ ലൈക്ക് എ മിറർ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് പേടിയാണ്. ഒരു ലൾ എന്ന് തന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. കാം ബിഫോർ ദ സ്റ്റോം. എന്തോ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാണ് ഇത് എന്ന് തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ഒരു 100 കിലോമീറ്റർ സ്പീഡ് ഉള്ള കാറ്റ് മിക്കവാറും ഞങ്ങൾക്ക് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് ഈ അറ്റ്ലാന്റിക്കിലാണെങ്കിലും പസഫിക്കിലാണെങ്കിലും ഹയർ ലാറ്റിറ്റ്യൂഡ്സ്, നമ്മൾ എത്രയും രേഖാംശം മുകളിലേക്ക് പോകുന്നു, ഹയർ ലാറ്റിറ്റ്യൂഡ്സിൽ പോകുമ്പോൾ അവിടെ വെതർ മോശമാകും. പ്രത്യേകിച്ച് ഈ ശൈത്യകാലത്ത്, വിൻ്റർ സീസണുകളിൽ വളരെ മോശം കാലാവസ്ഥ ഞങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട് തുടർച്ചയായിട്ട്. അത് ശീലമായി എന്ന് തന്നെ പറയാം. ഒരു കാറ്റ് കണ്ടാലോ, കടൽ ഒരു 6 മീറ്റർ കടൽ അല്ലെങ്കിൽ 8 മീറ്റർ കടൽ വന്നാലോ ഞങ്ങൾക്ക് ഭയമില്ല. തെര 8 മീറ്റർ പൊക്കത്തിലുള്ള വേവ്സ് വന്നാൽ ഞങ്ങളത് പരിചയിച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾക്കതൊരു സാധാരണ ദിവസം തന്നെയാണ്. വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങളുടെ ജീവിതം, കപ്പലിലുള്ള ജീവിതം ഒരു സാധാരണ ജീവിതമല്ല. ഈ തിരകളിൽപ്പെട്ട് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, കപ്പൽ റോൾ ചെയ്യുമ്പോഴുള്ള ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. കപ്പലിങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. അത് നമ്മൾ ബാലൻസ് ചെയ്താണ് നമ്മളവിടെ നിൽക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നതന്നെ ബാലൻസ് ചെയ്തിട്ടാണ്. അത് ഞങ്ങളുടെ വേറൊരു ടാസ്ക്കാണ്, ഞങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയാണ്. ഈ കടലിങ്ങനെ ഇളകുമ്പോൾ, കപ്പലിങ്ങനെ ഇളകുമ്പോൾ ഉയരത്തിൽ ജോലി ചെയ്യുക, ഞങ്ങൾക്കത് മാറ്റിവെക്കാനായിട്ട് പറ്റില്ല. ഞങ്ങൾക്കത് ചെയ്തേ പറ്റുള്ളൂ. കപ്പലിനെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. എല്ലാ പണികളും സുരക്ഷയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാറ്റിവെക്കാൻ പറ്റില്ല. ഈ കടലിലും ഒരു ആശ്വാസകരമല്ലാത്ത ഒരവസ്ഥയിലും, അതായത് സേഫ് അല്ലാത്ത ഒരവസ്ഥയിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി നിറവേറ്റിയേ സാധിക്കൂ. അത് ഞങ്ങൾ നേരിടുന്ന ഒരു വെല്ലുവിളികളിലൊന്നാണ്. പൊതുവേ സമൂഹത്തിൽ ഉള്ള ധാരണ, ഈ മർച്ചൻ്റ് നേവിയിൽ ഒരു ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സുഖകരമായ, കംഫർട്ടബിളായിട്ട് അടിച്ചു പൊളിച്ചുള്ള ഒരു ജീവിതം, ആഡംബരം, വേണ്ടത്ര പണം, അല്ലലില്ല, ഒരു കുറച്ച് നാൾ കപ്പലിൽ നിന്നതിന് ശേഷം പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ സുഭിക്ഷമായിട്ട് ജീവിക്കാം, എല്ലാവരെയും കാണാം, ഒരുപാട് സമയം കരയിലിരിക്കാം, പിന്നെ കുറച്ച് നേരം കടലിൽ പോകുന്നു. ഇങ്ങനെയൊക്കെയാണ് പൊതുധാരണ. എന്താണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മുൻപ് നമ്മൾ സംസാരിച്ചപ്പം ഒരുപാട് അതിൻ്റെ സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു പ്രയത്നം, കഠിന പ്രയത്നം, അതിജീവനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇപ്പം സാങ്കേതിക വിദ്യ മാറിയതും അതിൻ്റെ അകത്തൊരു ഘടകമാണെന്ന് നമുക്കറിയാം. ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ ഞങ്ങൾ വിളിക്കുന്നത് ടിക്കറ്റ് എന്നാണ്. ഈ ടിക്കറ്റ്, ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി റിവോക്ഡ്. ഇപ്പം ഞങ്ങളിൽ നിന്നും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഞങ്ങൾക്ക് പെർഫോമൻസ് നടത്താൻ പറ്റിയില്ലെങ്കിൽ, ഈ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാരകമായ എന്തെങ്കിലും ഒരു ടോട്ടൽ നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു ഫേറ്റൽ നെഗ്ലിജൻസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി, കാരണം ഇതാണ് നമ്മുടെ അന്നം,
നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം ജോലി ചെയ്യാനും പൈസ സമ്പാദിക്കാനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ക്യാൻ ബി റിവോക്ഡ് ആണ്. ഇവർക്ക് തിരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞൊരു ഡിഗ്രി നമ്മുടെ കയ്യിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റിന് അങ്ങനെ ഒരു ഒരു പെർമനൻസി ഇല്ല. എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കാം. എപ്പോൾ വേണമെങ്കിലും അല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മാരകമായ നെഗ്ലിജൻസ്, ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായി ലൈസൻസ് ക്യാൻസൽ ചെയ്യും. നമ്മുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്ന പോലെ പോകാം. തന്നെയല്ല, ഈ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റിൽ ടെക്നോളജി പുരോഗമിക്കുമ്പോൾ ഞങ്ങൾ അതനുസരിച്ച് അപ്ഡേറ്റ് ആകേണ്ടതുണ്ട്. അത് ഞങ്ങൾ മാത്രമല്ല, എയർലൈൻ പൈലറ്റ്സ് ആണെങ്കിലും ഒക്കെ അപ്ഡേറ്റ് ആകേണ്ടതുണ്ട്. അങ്ങനെ പറയാനാണെങ്കിൽ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് ജോലി പോയ, ലോകത്തിലെ തന്നെ ജോലി നഷ്ടപ്പെട്ട ഒരു സംഘം ചെറുപ്പക്കാർ ഈ റേഡിയോ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ ഓഫീസേഴ്സാണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനത്തിൻ്റെ വരവോടുകൂടി ഞങ്ങളുടെ ജോലികൾ നഷ്ടപ്പെടുകയും ഒരു 31 വയസ്സ്, അതായത് ജോലി സാധാരണഗതിയിൽ ഒരാൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഞങ്ങളുടെ മുന്നിൽ വരികയും ചെയ്തു ആ 31 വയസ്സിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാലം പഠിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ജോലിയിലേക്ക് എത്തുന്നത്. ഇത് 2 വർഷമാണ് അതിൻ്റെ ഒരു ഇത്. പക്ഷേ അത് കുറച്ച് ഞങ്ങളുടെ പരീക്ഷ കുറച്ച് കടുപ്പമായിരുന്നു. അതുകൊണ്ട് പാസ്സാകുന്ന ആളുകളുടെ എണ്ണം വിരളമായിരുന്നു. അപ്പോൾ ഞാൻ ഏതാണ്ട് 4 വർഷം കൊണ്ടാണ് ഇത് പാസ്സായത്. 4 വർഷം കൊണ്ട് പാസ്സായിട്ട് കപ്പലിൽ കയറിയപ്പോൾ ഈ ഉപഗ്രഹ വാർത്താവിനിമയ സംവിധാനം വരികയും ഞങ്ങളുടെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. DG ഷിപ്പിങ്ങിൻ്റെ പ്രവർത്തനം ആ സമയത്തെ ഒരു കാലയളവ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? 2010 ഞാൻ ഇത് UPSC വഴിയാണ് ഞങ്ങൾ ഈ സർവേയേഴ്സ് എന്ന് പറയുന്ന ഈ ഇൻസ്പെക്ടേഴ്സ് ഈ DG ഷിപ്പിംഗ് ഒരു മറൈൻ അഡ്മിനിസ്ട്രേഷനിൽ ഇന്ത്യൻ മെരിടൈം അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്നത്. ഇന്ത്യ മുഴുവൻ ഒരു വേക്കൻസിയിലേക്കാണെന്ന് ഞാൻ അപേക്ഷ ക്ഷണിച്ചത്. അതിലേക്ക് എനിക്കത് പാസ്സാകാൻ സാധിക്കുകയും ഞാനൊരു റേഡിയോ ഇൻസ്പെക്ടറായിട്ട് ഞങ്ങൾ വിളിക്കുന്ന മെർക്കൻറ്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻറ്റിൽ MMDയിൽ ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കുണ്ടായ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാസ്റ്റർ മറൈനറും കൂടി ആയതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി വിപുലമായിട്ട് ആ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. പരീക്ഷകൾ നടത്തുക, ഇതുപോലുള്ള കപ്പലുകളുടെ ഇൻസ്പെക്ഷൻസ് നടത്തുക, പോർട്ടുകളുടെ ഓഡിറ്റ്സും ഇൻസ്പെക്ഷൻസും ഒക്കെ നടത്തുക. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ സ്കോപ്പ് ഓഫ് ജോബിൽ വരുന്ന കാര്യങ്ങളാണ്. ഞാൻ കാണ്ഡ പോർട്ട് ഗുജറാത്ത് മെരിടൈം ഡിസ്ട്രിക്റ്റിലാണ് ഞാൻ നിയമിതനാകുന്നത്. അവിടുത്തെ കാണ്ഡ MMDയിലാണ്. അപ്പോൾ ഈ മുന്ദ്ര പോർട്ട്, കാണ്ഡ പോർട്ട്, ലോകത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടുകൾ, ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ടുകളൊക്കെ നമ്മുടെ ഓഫീസിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനിലായിരുന്നു. അപ്പോൾ അതിനെനിക്ക് ലഭിച്ച ഒരു എക്സ്പോഷർ വളരെ വളരെ വലുതാണ്. കപ്പൽ അപകടങ്ങളുടെ ഈ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാം പരിഹരിച്ച് ഒരു സാധാരണ നിലയിലേക്ക് കേരളം എത്താനായിട്ട് എത്ര സമയം വേണ്ടി വരും? ഈ പരിസ്ഥിതിക്ക് ഈ കപ്പലപകടങ്ങളുണ്ടാക്കിയ ആഘാതം വളരെ വേഗത്തിൽ തന്നെ അത് നീക്കം ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രധാന വിലങ്ങുതടിയാകാറുള്ളത് അതിൻ്റെ സാമ്പത്തികമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ P&I ക്ലബ്സും ബങ്കർ സിവിൽ ലയബിലിറ്റി ബങ്കർ പൊല്യൂഷൻ ഡാമേജ് സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ, അത് വേറൊരു കൺവെൻഷനാണ് 2001. അതനുസരിച്ച് എല്ലാ കപ്പലുകളും വളരെ ഭീമമായ തുകയ്ക്ക് തന്നെയാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. കപ്പലുകളുടെ ഈ ക്ലീനപ്പ് കോസ്റ്റിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ശുചീകരിക്കുന്നതിനും പരിസ്ഥിതി ആഘാതം തടയുന്നതിനും പരിസ്ഥിതി ആഘാതത്തിന് ഇരയായവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനുമൊക്കെ ആയിട്ട് ഇതിന് ഒരു സാമ്പത്തികമായ ഒരു വിലങ്ങുതടി ഇതിനില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ലീനപ്പ് ഓപ്പറേഷൻസും ഈ പരിസ്ഥിതിക്ക് ഇപ്പോഴുണ്ടായിട്ടുള്ള ആഘാതങ്ങളും വളരെ വേഗത്തിൽ തന്നെ അതിൽ നമുക്ക് മറികടക്കാനാവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരു മർച്ചൻ്റ് നേവിക്കാരൻ്റെ ജീവിതം വളരെ ഗംഭീരമാണ്, ആഘോഷമാണ്, അടിച്ചുപൊളിയാണെന്നുള്ളൊരു സങ്കല്പത്തിലാണ് സമൂഹമുള്ളത്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രൊഫഷനെ നിങ്ങൾ കാണുന്നത്? ഇതിൻ്റെ അകത്ത് ഒരുപാട് നമ്മൾ സ്വകാര്യ സംഭാഷണത്തിന് മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളൊരു അതിജീവനം നടത്തിയിട്ടുണ്ട്. ഇപ്പം സാങ്കേതിക വിദ്യ മാറിയതിനെ മറികടന്ന് പുതിയ പരിശീലനങ്ങളും പുതിയ അറിവുകളും നേടുക, അങ്ങനെ ഒരു സംഗതിയും കൂടിയുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് AI വരുന്ന സമയത്ത് ചില കോഴ്സുകൾ
അപ്രസക്തമായി പോകുന്നതിനെക്കുറിച്ചാണ്. ഏതാണ്ട് പഴയ അത്തരം ഒരു പ്രതിസന്ധിയിൽ നിന്ന് മറികടന്നിട്ടാണ് നിങ്ങളുടെ പ്രയത്നത്തിൽ കൂടി ഇത്തരം നേട്ടങ്ങളിലേക്ക് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ? സാങ്കേതിക വിദ്യയുടെ പുരോഗമനത്തിൽ ജോലി നഷ്ടപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ ആളുകളാണ് ഞങ്ങൾ ഈ മറൈൻ കമ്മ്യൂണിക്കേഷൻ ഓഫീസേഴ്സ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ GMDSS എന്ന് പറയുന്ന ഒരു പുതിയ സാറ്റലൈറ്റ് മാത്രമല്ല ടെറസ്ട്രിയൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വന്നതോടുകൂടി ഒരു പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഓഫീസറെ ആവശ്യമില്ലാതെ വരികയും ഞങ്ങൾക്ക് ആ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. ഏതാണ്ട് നമ്മൾ ഓരോ മനുഷ്യരും അവരുടെ ജോലി ആരംഭിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജോലിയില്ലാതെ ജീവിതത്തിൻ്റെ പരുക്കൻ മുഖം ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നത്. പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്ത്യ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ എന്നുള്ള രാജ്യങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് നാവിഗേറ്റിംഗ് ഓഫീസറാകാനായിട്ടുള്ള ഒരു മാർഗം തുറന്നു തരികയും അങ്ങനെയാണ് ഞങ്ങൾ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ ഒരു പ്രതിസന്ധിയും മറികടന്നത്. ഈ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ത്യയോടും ഞങ്ങളുടെ അവസരത്തിനൊത്ത് ഞങ്ങൾക്ക് സഹായമായിട്ടും ഒരു മാർഗദർശകം ആയിട്ട് നിന്നതിന് വളരെ നന്ദിയുണ്ട്. കൂടാതെ ഈ ബാക്കിയുള്ള രാജ്യങ്ങളോടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് ഈ കാര്യത്തിൽ. ഇംഗ്ലണ്ടിലായിരുന്നു പരിശീലനം? അതെ. എത്ര വർഷത്തെ പരിശീലനമായിരുന്നു? ഇംഗ്ലണ്ടിലാണ് ഞാൻ പരിശീലിച്ചത്. എൻ്റെ സർട്ടിഫിക്കറ്റ് UK സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങളുടെ പരിശീലനം. ആദ്യത്തെ ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും കപ്പലിലേക്ക് പോകുന്നു. അതിപ്പോൾ ഞങ്ങളുടെ തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് സീറ്റ് ടൈം എന്ന് പറയുന്ന ഒരു കാര്യം പരീക്ഷയ്ക്ക് ഒരു ഘടകമാണ്. ഇത്ര നാൾ കപ്പലിൽ ഞങ്ങൾ പ്രായോഗിക പരിശീലനം നേടിയാൽ മാത്രമേ ഞങ്ങൾക്ക് കൂടുതൽ ഉയർന്ന പരീക്ഷകളിൽ ഞങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷത്തെ പരിശീലനം, അതിനുശേഷം ഞങ്ങൾ കപ്പലിൽ പോവുകയും ആവശ്യമായ സീ ടൈം ഞങ്ങളത് നേടുകയും അതിനുശേഷം ചീഫ് ഓഫീസറിൻ്റെ പരീക്ഷയ്ക്ക് പോവുകയും അതിനുശേഷം എഗെയിൻ നമ്മൾ കപ്പലുകളിൽ പോയി നമ്മൾ യാത്ര തുടരുകയും ആവശ്യമായ പരിശീലനം നേടുകയും അതിനുശേഷമാണ് പിന്നെ അടുത്ത പരീക്ഷയിലൂടെ ഞങ്ങൾ ഇതിൻ്റെ തന്നെ ഏറ്റവും ഉയർന്ന ഒരു പരീക്ഷയായ മാസ്റ്റർ മറൈനേഴ്സ്, ക്യാപ്റ്റൻ്റെ പരീക്ഷ പാസ്സാവുകയും ചെയ്തത്. പിന്നെ ഇത് കൂടാതെ ഓരോ ദിവസവും വരുന്ന അപ്ഡേറ്റ്സുകൾ, ഇപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പേപ്പർ ചാർട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്നത് മാറി ഇലക്ട്രോണിക് സിസ്റ്റമായി. ഇലക്ട്രോണിക് ചാർട്ട്സ് ഡിസ്പ്ലേ സിസ്റ്റം എന്ന് പറയുന്ന വന്നത് അത് ഒരു പുതിയ സിസ്റ്റമാണ്. അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു. അങ്ങനെ ഓരോ ഉപകരണങ്ങളും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഈ മറൈൻ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള അപ്ഡേഷൻ ഞങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് പഠനത്തിലാണ്. തുടക്കം മുതൽ ഞങ്ങളുടെ കരിയർ അവസാനിക്കുന്നത് വരെയുള്ള ഒരു തുടർച്ചയായ പഠനത്തിലും പരിശീലനത്തിലുമാണ്. അതൊരു ഘടകമാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതികൂലമെന്ന് പറയാൻ സാധിക്കില്ല, ഒരു ഘടകമാണ്. ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. കൂടാതെ നമ്മൾ തുടങ്ങിയ കാലത്ത് ഒരു ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഒരു അകലമാണ്. നമ്മൾ കപ്പലിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് കാലത്താണെങ്കിൽ കത്തുകളിലൂടെ മാത്രമാണ് ഞങ്ങൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അത് ഇന്നത്തെ കാലത്ത് സാറ്റലൈറ്റ് ഉണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും വാട്സപ്പ് കോളുകൾ എല്ലാ കപ്പലുകളിലുമൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും തന്നെ കുടുംബവുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. എന്നാലും കരയിലെ പോലെയല്ല. ചില ദിവസങ്ങളിൽ, ചില ആഴ്ചകളിൽ, ചില മാസങ്ങളോളം ചിലപ്പോൾ ഇതൊന്നും കിട്ടാതെ ആകാം. ഇപ്പോൾ കരയിലുള്ള ഒരാളോട് ഒരാഴ്ച ഇൻ്റർനെറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് ജീവിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ അത് കാര്യമാക്കാറില്ല. ഞങ്ങൾക്കത് പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഞങ്ങൾ ഇൻ്റർനെറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ല. അത് വരുന്നവരെ ചിലപ്പോൾ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇൻ്റർനെറ്റൊക്കെ റെസ്റ്റോർ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞങ്ങൾക്ക് എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിൻ്റെ തന്മയത്വത്തോടുകൂടി നേരിടാനുള്ള അതൊരു പ്രതിസന്ധി തന്നെയാണ്. ആ പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു കഴിവ് ഞങ്ങൾ ഈ കാലം കൊണ്ട് ഞങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. കൂടാതെ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വീട്ടിലുണ്ടാകുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ അടുത്ത ഇതെല്ലാമാണെങ്കിലും, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും കപ്പലിലാണ്. അത് ദുബായിലെ മിനാസാക്കർ എന്ന് പറഞ്ഞ പോർട്ടിലാണ് ഞങ്ങളൊന്നായിരുന്നത്. നിർഭാഗ്യവശാൽ ആ ഒരു 4-5 ദിവസം UAE അവധിയായിരുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല,
ഞങ്ങളുടെ ഈ ഒരു കപ്പലിനുള്ളിൽ നിന്നുണ്ട് ഈ ജോലിക്കും പോകണം. ഇപ്പോൾ നമ്മൾക്ക് അമ്മ മരിച്ചു കിടക്കുന്നു, നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലി ഭാരം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാം. ഒരു ദിവസം 2 ദിവസമൊക്കെ എൻ്റെ വളരെ അനുഭവമുള്ള എൻ്റെ സഹപ്രവർത്തകർ അത് ഒരു ദിവസം 2 ദിവസം അത് നോക്കുകയും എൻ്റെ ജോലി നോക്കുകയും, അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ട് കണ്ട് ഞാൻ അമ്മയെ അടക്കുന്ന സമയത്ത് വളരെ വേദനയോടുകൂടി തന്നെ ഓർക്കുകയാണ്. അമ്മയെ അടക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു. അപ്പോൾ നമ്മൾക്ക് പല അവസരങ്ങളിലും നമ്മുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ടാകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഒരു അഡ്വാൻറ്റേജ്, ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ ചിലവും താമസവും അത് കമ്പനി ഞങ്ങൾക്ക് തരേണ്ടതാണ്. അതിന് ഞങ്ങൾ വേറെ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല, പൈസ ഒന്നും ചിലവില്ല ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം വേറെ ചിലവില്ലാതെ തന്നെ ഞങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. എല്ലാ ജോലികൾക്കും ഇപ്പോൾ പ്രത്യേകിച്ച് IT വന്നതോടുകൂടി IT-യും അതുപോലുള്ള എല്ലാ ജോലികൾക്കും ആ രീതിയിൽ ശമ്പളത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഇത് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ള ജോലികളിൽ നിന്നും ഞങ്ങൾക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവില്ലാതെയാണ്, ഞങ്ങളുടെ ഭക്ഷണത്തിനും താമസത്തിനും ഞങ്ങൾക്ക് ചിലവ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഗുണം. പിന്നെ ഫാമിലിയിൽ നിന്നുള്ള അകലം, ഫാമിലിയിലും മറൈൻ സാന്നിധ്യമുണ്ട്. എൻ്റെ ഭാര്യ, ശരിയാണ്, എൻ്റെ ഭാര്യ ഒരു മറൈൻ ലോയറാണ്. LLM ഇൻ മെരിടൈം ലോ കുസാറ്റിലാണ് പഠിച്ചത്. ബാബു എന്നാണ് പേര്, ബോബി എന്നാണ് പേര്. മക്കൾ 2 പേര്. പക്ഷേ എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല, മറൈൻ ലോയർ ആണെങ്കിലും മക്കളെയും കുടുംബത്തെയും നോക്കുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഞാൻ മിക്കവാറും ജോലി സംബന്ധമായിട്ട് വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ചുമതല പുള്ളിക്കാരത്തിക്കാണ്. വീട്ടിലേക്ക് വന്ന സമയത്ത് ഈ വീട്ടുപേര് തന്നെ ഒരു കൗതുകമായിട്ട് തോന്നി. മക്കളുടെ പേരിലും അത്തരം കൗതുകം ഒളിഞ്ഞിരിക്കുന്നതായിട്ടും. എൻ്റെ വീടിൻ്റെ പേര് ദി സ്പാർക്സ് എന്നാണ്. എൻ്റെ മോന് ഞാൻ പേരിട്ടിരിക്കുന്നത് ആരോൺ ജേക്കബ് സ്പാർക്സ് എന്നാണ്. ആൻഡ്രിയ സ്പാർക്സ് എന്നാണ് എൻ്റെ മോളുടെ പേര്. എന്തുകൊണ്ടാണ് ഈ സ്പാർക്സ് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ റേഡിയോ ഓഫീസർമാരെ കപ്പലുകൾ വിളിച്ചിരുന്നത് സ്പാർക്സ് എന്നാണ്. അതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ട് തന്നെ എൻ്റെ ജീവൻ, എനിക്കൊരു ജോലി ഉണ്ടാവുകയും എൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഒരു തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരു ജോലിയാണിത്. അപ്പോൾ ആ ജോലിയോടുള്ള നന്ദി സൂചകമായിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മക്കൾക്കും എൻ്റെ വീടിനും ഈ പേര് ഇടാൻ തീരുമാനിച്ചത്.